നമസ്കാരം. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രത്തിലെ ഒന്നാമത്തെ അധ്യായമായ കാസ്കറ്റ്സ് ഓഫ് ലൈഫ് ഇതിൻ്റെ ഒന്നാം ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അധ്യായത്തിലേക്ക് കടക്കാം. In last class we have studied about microorganisms. That is, microorganisms are organisms that cannot be seen by your naked eyes. And examples include amoeba, paramecium, euglena, bacteria, etc. So, സൂക്ഷ്മജീവികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്. സൂക്ഷ്മജീവികൾ എന്ന് വെച്ചാൽ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളെയാണ് സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ കണ്ടു. അമീബ, പാരമീഷ്യം, യുഗ്ലീന, ബാക്ടീരിയ ഇതൊക്കെ തന്നെ സൂക്ഷ്മജീവികൾക്ക് ഉദാഹരണങ്ങളാണ് എന്നും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവയുടെ ശരീരം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ്. അതായത് ഈ സൂക്ഷ്മജീവികളുടെ എല്ലാം ജീവശരീരം നിർമ്മിച്ചിരിക്കുന്നത് അനേകം ചെറുഘടകങ്ങൾ കൊണ്ടാണ്. അതായത് ഈ ചെറുഘടകങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോശങ്ങൾ എന്ന് പറയുന്നത്. So, the body of all these organisms are made up of tiny units, and these tiny units are called as, or these small units are called as cells. So, on the basis of the number of cells present in organisms, we can classify organisms into two types: unicellular organisms and multicellular organisms. അതായത് എത്ര കോശങ്ങളാണ് ജീവികളിലുള്ളത് എന്ന അടിസ്ഥാനമാക്കി നമുക്ക് ജീവികളെ രണ്ടായി തരംതിരിക്കാം. അതായത് ഏകകോശ ജീവികളെന്നും ബഹുകോശ ജീവികളെന്നും. ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന്, അല്ലേ? ഏകകോശ ജീവികൾ, ഏകം എന്ന് പറഞ്ഞാൽ ഒന്നാണ്. ബഹുകോശ ജീവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതലുള്ളതിനാണ് നമ്മൾ ബഹുകോശ ജീവികൾ എന്ന് പറയുന്നത്. ഏകവചനം, ബഹുവചനം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ? അപ്പൊ അതുപോലെ. സോ യൂണി മീൻസ് വൺ, മൾട്ടി മീൻസ് ഒന്നിൽ കൂടുതൽ. സോ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആർ ഓർഗാനിസംസ് which contain only one cell. Organisms having only one cell in their body are called as unicellular organisms. And examples ഏതായിരിക്കും? നിങ്ങൾ നേരത്തെ കണ്ട അമീബ, പാരമീഷ്യം, യുഗ്ലീന ഇതൊക്കെ തന്നെ എന്താണ്? ഏകകോശ ജീവികളാണ്. അതായത് അവരിലെല്ലാം ഈ ഓർഗാനിസംസ്, ഈ സൂക്ഷ്മജീവികളിലെല്ലാം ഒറ്റ കോശമേ ഉള്ളൂ. ഒരു കോശം മാത്രമുള്ള ഈ ജീവികളെയാണ് നമ്മൾ ഏകകോശ ജീവികൾ എന്ന് പറയുന്നത്. ഇനി എന്താ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബഹുകോശ ജീവികൾ എന്ന് വെച്ചാൽ ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ. ദാറ്റ് ഈസ് ഓർഗാനിസംസ് വിത്ത് മോർ ദാൻ വൺ സെൽ ഇൻ ദിയർ ബോഡി ആർ കോൾഡ് ആസ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. അതിന് എക്സാമ്പിൾസ് ആണ് അനിമൽസ്, പ്ലാന്റ്സ്, ഓൾ ദീസ് ആർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. ഈ രണ്ട് ചോദ്യവും ഇവിടുന്ന് പഠിച്ചു വെക്കുക. വാട്ട് ഈസ് യൂണിസെല്ലുലാർ ഓർഗാനിസം ആൻഡ് വാട്ട് ഈസ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. എന്താണ് ഏകകോശ ജീവികൾ, എന്താണ് ബഹുകോശ ജീവികൾ. അതായത് ഇവിടെയുള്ള ഇത് പഠിച്ചു വയ്ക്കുക. ഒരു കോശം മാത്രമുള്ള ജീവികളെ ഏകകോശ ജീവികൾ എന്ന് പറയുന്നു. അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ എന്നിവ ഏകകോശ ജീവികളാണ്. ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ. ജന്തുക്കളും സസ്യങ്ങളും എല്ലാം ബഹുകോശ ജീവികളാണ്. ഇവിടുന്ന് ഏതാ വേണ്ടത്? ദാറ്റ് ഈസ് ഓർഗാനിസംസ് വിത്ത് ഓൺലി വൺ സെൽ ആർ കോൾഡ് ആസ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. Amoeba, paramecium, euglena, bacteria are unicellular organisms, and organisms with more than one cell in their body are called multicellular organisms. Animals and plants are multicellular organisms. പിന്നെ ഏതാ ഇവിടുന്ന് വരുന്ന ഒരു ചോദ്യം? What do you mean by cell? Cell എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? Cells are the small units that the body of any organism is made up of is called as cell, or the body of any organism is made up of tiny units called as cells. അതായത് ഏതൊരു ജീവിയുടെയും ജീവശരീരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ചെറുഘടകങ്ങളെ നമുക്ക് കോശങ്ങൾ അഥവാ സെൽസ് എന്ന് വിളിക്കാം. സോ നിങ്ങൾ നേരത്തെ മൈക്രോസ്കോപ്പിലൂടെ കണ്ടതെല്ലാം യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. അതായത് അമീബ, പാരമീഷ്യം, യുഗ്ലീന ഇതെല്ലാം തന്നെ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. Why is it that these unicellular organisms are invisibly small while the ant is larger than them? അതായത് നിങ്ങൾ നേരത്തെ കണ്ട യൂണിസെല്ലുലാർ ഓർഗാനിസംസ്, ഏകകോശ ജീവികളെല്ലാം തന്നെ
നമുക്ക് കാണാൻ കഴിയാത്ത അത്രയും ചെറുതായിരിക്കാനും അതേസമയം ഉറുമ്പ് വലുതായിരിക്കാനും കാരണം എന്തായിരിക്കും ഗസ് ചെയ്യാൻ കഴിയോ? അതിന് കാരണം എന്തായിരിക്കാം? അതായത് ഉറുമ്പിൽ ഒരുപാട് കോശങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഉറുമ്പ് വലുതായിരിക്കുന്നത്. അത് മനസ്സിലാക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഇനി താഴെ ഒരു എക്സ്പെരിമെന്റ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഈ കുട്ടിയുടെ സംശയം? ഡു സെൽസ് ഗ്രോ അപ്പ് വിത്ത് ദ ചൈൽഡ്? നോട്ട് ഡൗൺ യുവർ ഗസ്. വിൽ മൈ സെൽസ് ഓൾസോ ഗ്രോ ആസ് ഐ ഗ്രോ അപ്പ്? ഞാൻ വളർന്നു വലുതാവുമ്പോൾ അതിന്റെ കൂടെ എൻ്റെ സെൽസും വലുതാവുകയാണോ ചെയ്യുന്നത്? ഇത് മനസ്സിലാക്കുന്നതിനായിട്ട് നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്തു നോക്കാം. സോ കുട്ടി വളർന്നു വലുതാവുമ്പോൾ അതിന്റെ കൂടെ ഇപ്പൊ വലിയ ആളാവുമ്പോൾ കുട്ടിയുടെ സെല്ലും അതുപോലെ വലുതാവുന്നുണ്ടോ, വലിപ്പം വെക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് ചീക്ക് സെല്ലാണ്, അതായത് കവിൾ കോശമാണ് എടുക്കുന്നത്. ആരിൽ നിന്നൊക്കെ എടുക്കുന്നത്? 2 persons ഓഫ് ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സ്, അതായത് വ്യത്യസ്ത പ്രായത്തിലുള്ള 2 ആളുകളുടെ കവിൾ കോശങ്ങളാണ് നമ്മൾ സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. അതായത് ഒരു കുട്ടിയിൽ നിന്നും വലിയ ഒരാളിൽ നിന്നും, അതായത് അവരുടെ ടീച്ചറിൽ നിന്നും വേണമെങ്കിൽ എടുക്കാം. ദെൻ മെറ്റീരിയൽസ് റിക്വയർഡ്, എന്തൊക്കെ സംഭവങ്ങളാണ് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ എന്തൊക്കെയാണ്? മൈക്രോസ്കോപ്പ് വേണം, സ്ലൈഡ് വേണം, ആൻഡ് പ്യോർ വാട്ടർ, ശുദ്ധജലം വേണം, മെഥിലിൻ ബ്ലൂ സ്റ്റെയിൻ, അത് സ്റ്റെയിനിന്റെ പേരാണ്, പഠിച്ചു വെക്കുക, ആൻഡ് 2 ന്യൂ ടൂത്ത് ബ്രഷസ് ആൻഡ് കവർ ഗ്ലാസ്. ഇത്രയും സംഭവങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി ഹൗ ടു കളക്ട് ദ ചീക്ക് സെൽസ്, എന്താണ് അതിന്റെ പ്രൊസീജിയർ അല്ലെങ്കിൽ മെത്തേഡ് എന്താണ്? Wash the mouth thoroughly with clean water. Scrape the internal surface of the cheek using a new toothbrush. Place the cheek scrap in the drop of water on the slide. Spread this and add a drop of stain. Cover it with the cover glass and observe the slide through the microscope. എന്താണ്? നമ്മുടെ വായ നന്നായി വാഷ് ചെയ്ത് വൃത്തിയാക്കുക. അതിനുശേഷം ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് കവിളിലെ കോശം എടുക്കാനായിട്ട് നമ്മൾ നന്നായി ഒന്ന് ചുരണ്ടി കഴിഞ്ഞാൽ കവിളിലെ കോശം പറ്റും അതിൽ. ദെൻ അത് എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ കയ്യിൽ സ്ലൈഡ് ഉണ്ടല്ലോ, സ്ലൈഡിൽ നമ്മൾ ഇത് ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടർ നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കും, അതിലേക്കാണ് നമ്മുടെ ഈ കവിൾ കോശം വെക്കുന്നത്. എന്നിട്ട് നമ്മൾ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യണം? ഒരു തുള്ളി സ്റ്റെയിനും കൂടെ ആഡ് ചെയ്യണം. ഏത് സ്റ്റെയിൻ ആണ് ആഡ് ചെയ്യുന്നത്? മെഥിലിൻ ബ്ലൂ സ്റ്റെയിൻ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കവർ ഗ്ലാസ് വെച്ചിട്ട് ഇത് കവർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ സ്ലൈഡ് മൈക്രോസ്കോപ്പിൽ കൂടെ ഒബ്സർവ് ചെയ്യുക. അപ്പൊ ഈ കവർ ഗ്ലാസ് വെക്കുന്നത് കാരണം ഇല്ലെങ്കിൽ ഈ സ്റ്റെയിനും ഇതൊക്കെ നമ്മുടെ മൈക്രോസ്കോപ്പിന്റെ ലെൻസിൽ പറ്റും. ഒബ്ജക്റ്റീവ് ലെൻസുമ്മ പറ്റാതിരിക്കാനാണ് കവർ ഗ്ലാസ് ഇടുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഒബ്സർവ് ചെയ്യണം മൈക്രോസ്കോപ്പിൽ. അപ്പൊ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. So observe the cheek cells of a child and those of a teacher through a microscope. Are these cells the same as the figure shown below? നിങ്ങൾക്ക് എന്തായിരിക്കും കാണുക? ഇതുപോലെ ആയിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. ടീച്ചറുടെ ചീക്ക് സെൽ എടുത്തതിലും കുട്ടിയുടെ ചീക്ക് സെൽ എടുത്തതിലും രണ്ടിലും നമ്മൾ സെയിം ടൈപ്പ് ഓഫ് സെൽസ് ആണ് കാണുന്നത്, ചീക്ക് സെൽസ്. അതായത് സൈസ് ഓഫ് ദ സെൽസ് സെയിം ഇൻ ദ സ്ലൈഡ് ഓഫ് ടീച്ചർ ആൻഡ് ദാറ്റ് ഓഫ് ദ ബോയ്. രണ്ടുപേരുടെയും സെയിം ആയിരിക്കും. Do you notice any difference in the size of the cheek cells of the child and the adult? No, you cannot see any difference in the size of the cheek cells of the child and the adult. Compare your findings with the guess you made. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കുട്ടി വളർന്നു വലുതാവുമ്പോൾ കുട്ടിയുടെ കോശം അതിനനുസരിച്ച് വളരുമായിരുന്നെങ്കിൽ ഇതിന്റെ വലിപ്പം കൂടുമായിരുന്നു അല്ലേ? കുട്ടിയുടെ കോശം ചെറുതും വലിയ ആളുടെ കോശം ബിഗും ആയേനെ. പക്ഷെ ഇവിടെ എന്താ ഉണ്ടായത്? രണ്ടുപേരുടെയും കോശത്തിന് സെയിം സൈസ് ആയത് കാരണം എങ്ങനെയാണ്? ഒരു കുട്ടി വളർന്നു വലുതാവുമ്പോൾ ഒരിക്കലും സെൽസിന്റെ സൈസ് കൂടുന്നില്ല. പിന്നെ എന്തായിരിക്കാം അവരിൽ സംഭവിക്കുന്നത്? അത് നോക്കാം നമുക്ക്. How does the body grow without bringing about any change in the size of the cells? നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു, സെല്ലിന്റെ സൈസിൽ ഒരു കുട്ടി വലുതാവുമ്പോൾ മാറ്റമൊന്നും വരുന്നില്ല എന്ന് പഠിച്ചു. അങ്ങനെയെങ്കിൽ ബോഡി ഗ്രോ ചെയ്യുമ്പോൾ സൈസിൽ വ്യത്യാസം വരുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ബോഡി ഗ്രോ ചെയ്യുന്നത്? അല്ലെങ്കിൽ ബോഡി ഗ്രോ ചെയ്യുമ്പോൾ എന്ത് മാറ്റമാണ് അവരിൽ വരുന്നത്? അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ പിക്ചർ ഒന്ന് നോക്കുക. ഈ പിക്ചറിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഇവിടെ ഒരു വീട് പണിയാണ് അല്ലേ? അപ്പോൾ ഒരു വലിയ വീട് പണിയാനും ഒരു ചെറിയ വീട് പണിയാനും നമ്മൾ ഉപയോഗിക്കുന്നത്, ഇപ്പൊ വലിയ വീട് പണിയാൻ വലിയ ബ്രിക്സും ചെറിയ വീട് പണിയാൻ ചെറിയ ബ്രിക്സും ആണോ നമ്മൾ ഉപയോഗിക്കുന്നത്? അല്ല, നമ്മൾ രണ്ടിനും ബ്രിക്സ് ഒരേപോലത്തെ, അതായത് ഒരേ സൈസിലുള്ള ബ്രിക്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ വലിയ വീട് പണിയണമെങ്കിൽ കൂടുതൽ നമ്പർ ഓഫ് ബ്രിക്സ് നമുക്ക് വേണ്ടി വരും. അതേ സമയത്ത് ചെറിയ വീടാണെങ്കിൽ നമ്പർ ഓഫ് ബ്രിക്സ് കുറവ് മതി.
അപ്പോൾ അതുപോലെ തന്നെയാണ് വലിയ ആളുകളുടെ അല്ലെങ്കിൽ ചെറിയ കുട്ടിയുടെയും വലിയ ആളുകളുടെ ഉള്ള കാര്യത്തിലുള്ളത്. അതായത് size of organisms is not based on the size of the cells but on the number of cells. ഇത് പഠിച്ചു വെക്കുക. കാരണം എന്താണ്, the difference in size of the organism is എന്താണ്, the difference in the size of the organisms is not based on the size of the cells but on the number of cells. അതായത് സെൽസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. when the size of organism increases, the number of cells in them increases, not the size of the cells present എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതായത് എന്താണ്, കോശങ്ങളുടെ വലുപ്പം വ്യത്യാസപ്പെടാതെ എങ്ങനെയാണ് ശരീരം വലുതാവുന്നത്? ഇതിന്റെ അടിസ്ഥാനത്തിൽ ജീവികളുടെ വലുപ്പ വ്യത്യാസത്തിന് കാരണം എന്താണ്? ജീവികളുടെ വലുപ്പ വ്യത്യാസത്തിന് കാരണം കോശങ്ങളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർധനവാണ്, വലുപ്പത്തിൽ ഉണ്ടാകുന്ന വർധനവല്ല. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. So it is said that there are millions of cells in the human body. If so, how large would be the number of cells in the body of an elephant? അല്ലെ, അപ്പൊ നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാം, ഒരു ജീവിയുടെ സൈസ് വലുതാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നമ്പർ ഓഫ് സെൽസ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതായത് അതിലുള്ള കോശങ്ങളുടെ എണ്ണമാണ് ഇൻക്രീസ് ചെയ്യുന്നത്, വലുപ്പമല്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഏകകോശ ജീവികളിൽ ഒറ്റ കോശമേ ഉള്ളൂ, അതുകൊണ്ട് ദാറ്റ് ഈസ് ഇൻവിസിബിളി സ്മോൾ, കാണാൻ കഴിയാത്ത അത്രയും ചെറുതാണ്. ഉറുമ്പ് അതിനേക്കാൾ വലുതാണ്. ഈ ഏകകോശ ജീവികളെ അപേക്ഷിച്ച് നമുക്ക് ഉറുമ്പിനെ കാണാൻ പറ്റൂലേ? അപ്പോൾ ഉറുമ്പിലാണെങ്കിൽ എന്താണ്, ഒരുപാട് കോശങ്ങളുണ്ട്, നമ്പർ ഓഫ് സെൽസ് കൂടുതലാണ്. അപ്പോൾ ഒരു ഹ്യൂമൻസിന്റെ കേസ്, മനുഷ്യരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിലും കൂടുതൽ മില്യൺസ് ഓഫ് സെൽസ് ഉണ്ട്. അപ്പൊ ആനയുടെ കാര്യം എടുത്താലോ, ആന എന്ന് പറയുന്ന വലിയ ജീവിയാണല്ലേ, അപ്പൊ ആനയുടെ സൈസ് വളരെ വലുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയിൽ നമ്പർ ഓഫ് സെൽസും വളരെ വലുതാണ്. അപ്പോൾ the size of the organisms is based on the number of cells and not on the size of the cells. size of organism, ജീവികളുടെ വലുപ്പം കൂടിക്കഴിഞ്ഞാൽ അവരുടെ കോശങ്ങളുടെ എണ്ണമാണ് കൂടുന്നത്, അല്ലാതെ കോശത്തിന്റെ വലുപ്പം കൂടുന്നില്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. So next we are doing an experiment to understand whether the shape of all the cells in the human body are alike or the same as that of cheek cells. എന്നറിയാൻ വേണ്ടി നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാണ്. നമ്മുടെ കവിൾകോശത്തിൻ്റെത് പോലെ തന്നെയാണോ മനുഷ്യ ശരീരത്തിലുള്ള മറ്റു കോശങ്ങളും എന്നറിയാൻ വേണ്ടി നമ്മളൊരു രക്തകോശത്തിന്റെ ഒരു സ്ലൈഡ് എടുത്തിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയാണ്. അപ്പൊ നമുക്ക് എന്താണ് കാണുന്നത്? രക്തകോശത്തിന്റെ ആണെങ്കിൽ നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണുന്നുണ്ടാവുക, അതേസമയത്ത് ചീക്ക് സെല്ലിന്റെ ആണെങ്കിൽ ഇതുപോലെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. ഫ്രം ദിസ് വി കൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹ്യൂമൻ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ്. മനുഷ്യ ശരീരത്തിൽ പല തരത്തിലുള്ള കോശങ്ങളാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാം. There are different types of cells in the human body. മനുഷ്യ ശരീരത്തിലുള്ള പലതരത്തിലുള്ള കോശങ്ങളുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പേശീകോശം അഥവാ മസിൽ സെൽസ് ആണ്. അതായത് നമ്മുടെ മസിൽസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന പേശീകോശത്തോണ്ടാണ്. Then this is the picture of a nerve cell, ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശം. ഇത് രക്തകോശം അഥവാ ബ്ലഡ് സെല്ലിന്റെ ചിത്രമാണ്. ആൻഡ് ഇത് കവിൾകോശം അല്ലെങ്കിൽ ചീക്ക് സെല്ലിന്റെ ചിത്രമാണ്. സോ ബഹുകോശ ജീവികളിലാണെങ്കിൽ ഇതുപോലെ വിവിധ തരം കോശങ്ങൾ ഉണ്ടായിരിക്കും. There are different types of cells in multicellular organisms. So which are the different types of cells in the human body? Epithelial cells, blood cells, muscular cells and nerve cells. That is ആവരണകലയിലെ കോശങ്ങൾ, രക്തകോശങ്ങൾ, പേശീകോശങ്ങൾ, നാഡീകോശങ്ങൾ. There are certain components common in all cells. എല്ലാ കോശങ്ങളിലും തന്നെ പൊതുവായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. സോ ഈ കാണിച്ചിരിക്കുന്ന പിക്ചർ ഒരു ജന്തുകോശത്തിന്റെയാണ് അല്ലെങ്കിൽ അനിമൽ സെല്ലിന്റെയാണ്. ഈ സെല്ലിന്റെ പുറത്തുള്ള ഈ ആവരണത്തിനെ അല്ലെങ്കിൽ ഈ കവറിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത്? സെൽ മെംബ്രെയിൻ ഓർ കോശസ്തരം. സോ സെൽ മെംബ്രെയിൻ ഈസ് ദ കവറിങ് ഓഫ് ദ സെൽ. ആൻഡ് ഇതിന്റെ അകത്തുള്ള ഈ സെൽ മെംബ്രെയിന്റെ അകത്തുള്ള ഒരു ഫ്ലൂയിഡ് ഫിൽ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സൈറ്റോപ്ലാസം. സോ ദ മെട്രിക്സ് ഫിൽഡ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ ഈസ് കോൾഡ് ആസ് സൈറ്റോപ്ലാസം. അപ്പൊ അതിനെയാണ് കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥത്തെയാണ് കോശദ്രവ്യം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു കോശത്തിന്റെ കേന്ദ്രഭാഗം അല്ലെങ്കിൽ അതിനെയാണ് സെന്ററിനെയാണ് പറയുന്നത് മർമ്മം അഥവാ ന്യൂക്ലിയസ്. സോ ഈ ബോക്സിലുള്ളത് പഠിച്ചു വെക്കുക. വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് എ സെൽ അല്ലെങ്കിൽ വിച്ച് ആർ ദ കോമൺ കമ്പോണൻസ് ഇൻ ഓൾ സെൽസ്.
എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബോക്സിലുള്ള കാര്യങ്ങളാണ് ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ. ഇനി അവ എന്താണ്? ന്യൂക്ലിയസ് is the center of the cell, cell membrane is the covering of the cell, and matrix filled inside the cell membrane is the cytoplasm. So it is important പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇതിന്റെ മലയാളം മർമ്മം, കോശദ്രവ്യം, കോശസ്തരം എന്നിവ ചില പ്രധാന ഭാഗങ്ങളാണ്. കോശത്തിന്റെ കേന്ദ്രമാണ് മർമ്മം, കോശത്തിന്റെ ആവരണമാണ് കോശസ്തരം, കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥമാണ് കോശദ്രവ്യം. അപ്പോൾ ജന്തുകോശം പരിശോധിച്ച് കോശത്തിന്റെ ഭാഗങ്ങൾ അറിയാലോ. താഴെ കൊടുത്ത ചിത്രങ്ങൾ ശാസ്ത്രപുസ്തകത്തിൽ വരച്ച് കോശഭാഗങ്ങൾ രേഖപ്പെടുത്തു. Draw the following figures in your science diary and label the parts. This is the picture of a white blood cell, അല്ലെങ്കിൽ വെളുത്ത രക്തകോശത്തിന്റെ പിക്ചർ ആണിത്. And this is the picture of a cheek cell. ഇതിന്റെ രണ്ടിന്റെയും കേന്ദ്രഭാഗം, ഇതിന്റെ കേന്ദ്രഭാഗത്തിനെ ന്യൂക്ലിയസ് എന്നും ഇവിടെ ഇതിന്റെ കേന്ദ്രഭാഗം ഇതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നു, മർമ്മം. ആൻഡ് ദ ഫ്ലൂയിഡ് ഫിൽഡ് ഇൻസൈഡ്, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യം. ദെൻ ഇവിടെ ഏറ്റവും പുറത്തുള്ള ഈ ആവരണത്തിന് സെൽ മെംബ്രെയിൻ അഥവാ കോശസ്തരം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിച്ചത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കാം. എന്തൊക്കെയാണ്? The body of organisms is made up of cells. Organisms with only one cell in their body are called unicellular organisms. Example, amoeba, paramecium, euglena, bacteria. Organisms with more than one cell in their body are called multicellular organisms. Example, humans, ant, elephant, etc. All plants and animals. Then size of organisms is not based on the size of the cell but on the number of the cell. Then there are different types of cells in multicellular organisms. Example പഠിച്ചു. ഏതൊക്കെയാണ്? epithelial cells, blood cells, muscular cells, nerve cells. Then important parts of an animal cells, cell membrane, cytoplasm, nucleus. ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ പഠിച്ചത്. ജീവശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്. ശരീരത്തിൽ ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ എന്നിവയെല്ലാം ഏകകോശ ജീവികളാണ്. ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ. ജീവികളുടെ വലുപ്പ വ്യത്യാസത്തിന് കാരണം കോശങ്ങളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർധനവാണ്, വലുപ്പത്തിൽ ഉണ്ടാകുന്ന വർധനവല്ല. മനുഷ്യനെ പോലെയുള്ള ബഹുകോശ ജീവികളിൽ വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങളുണ്ട്. അപ്പൊ ബഹുകോശ ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് സസ്യങ്ങളും ജന്തുക്കളും. മനുഷ്യ ശരീരത്തിലുള്ള കോശങ്ങളാണ് ആവരണകലയിലെ കോശങ്ങൾ, രക്തകോശങ്ങൾ, പേശീകോശങ്ങൾ, നാഡീകോശങ്ങൾ. ഒരു ജന്തുകോശത്തിന്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് കോശസ്തരം, കോശദ്രവ്യം, മർമ്മം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ പഠിച്ചത്. ഓക്കെ, താങ്ക് യു.